പ്രേക്ഷകർ എത്ര ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. ഒരു അവാർഡ് പോലെ പുള്ളി ഒരു ചെയ്തു. ஃபர்ஸ்ட் பார்ட்டினோடு நீதி புலர்த்தி. ஆனால் ஃபஸ்ட்டு பாட்டில் இருந்த அந்த த்ரில் எக்ஸ்பீரியன்ஸ் இதில் இல்லை அது போல். ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. തമിഴിലെ ഈ വർഷം കാത്തിരുന്ന മോസ്റ്റ് അവൈറ്റഡ് സെക്കൻഡ് പാർട്ട് വെട്രിമാരൻ്റെ വിടുതലൈ പാർട്ട് 2. വിജയ് സേതുപതി ഉണ്ട്, സൂര്യ ഉണ്ട്, മലയാളത്തിൽ നിന്നും മഞ്ജു വാര്യരുണ്ട്. എന്തായാലും വിടുതലൈ പാർട്ട് 2 കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നേരെ വിടുതലൈ റിവ്യൂലേക്ക്. അങ്ങനെ ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് സ്റ്റോറിയൊക്കെ? ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് സൂര്യക്ക് വലിയ ഇതായിട്ട് കൊടുക്കുന്നില്ല. വിജയ് സേതുപതിയുടെ കഥയായിട്ട് കാണിക്കുന്നത്, പെരുമാളിന്റെ കഥ. അത്ര എങ്ങനെ ത്രില്ലർ ആയിട്ടാ? ത്രില്ലർ അല്ല, ഇതൊരു സ്ലോ പേസ് ഓടാ, നല്ല ഓടാണ്. എന്നാലും എ സർട്ടിഫിക്കറ്റ് ആണല്ലോ അതിന്റെ ആക്ഷൻ ഇതിനകത്ത് കൂടുതലും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തന്നെ ഇതിനകത്ത് തന്നെ മറ്റേ എന്താ ക്രൂവലായിട്ടുള്ള ഒത്തിരി ഇതുണ്ട്. പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഇതിനകത്ത് കഥയാണ് മെയിനായിട്ട്. നമ്മുടെ സ്ഥിരം വെട്രിമാരൻ പോലെ അത് തന്നെ നല്ലോണം ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്തി. ഇപ്പോൾ നല്ലോണം. ഇതിലോട്ട് വരുമ്പോൾ വിജയ് സേതുപതിയാണ് മെയിൻ, സൂര്യ ഇല്ല. സൂര്യ കുറച്ച് സീനിലേ ഉള്ളൂ, വിജയ് സേതുപതിയാണ് മെയിൻ. മഞ്ജു വാര്യരൊക്കെ വന്നിട്ട് മഞ്ജു വാര്യർ കൊള്ളാം, ഓക്കെ, അഭിനയൊക്കെ കൊള്ളാം, അടിപൊളിയായിരുന്നു. സീൻസ് കുറച്ചുണ്ട് എങ്കിലും അത്ര ഇതിലില്ല, എങ്കിലും ഉണ്ട്. ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കൊമേഴ്ഷ്യൽ വെറ്റർമാൻ പടം അറിയാമല്ലോ, അവർ തന്നെ. റിയലിസ്റ്റിക് ആയിട്ടാണോ അതോ കൊമേഴ്ഷ്യൽ? റിയലിസ്റ്റിക് കൊമേഴ്ഷ്യൽ വിടുതല പാർട്ട് 1 അതിന് ആ ഒരു ടൈപ്പ് തന്നെ. ഒക്കെ കാണുമ്പോൾ സെക്കൻഡ് അത്ര ഒന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല. സ്റ്റോറി ഫിനിഷ് ചെയ്തിരിക്കുന്നു, ஓகே, நல்ல ஸ்டோரி. அந்த சேம் ஜோனர் தான் இந்த செகண்ட் பார்ட்டிலும். ஆனால் ஃபஸ்ட்டு பார்ட்டில் இருந்த அந்த த்ரில் எக்ஸ்பீரியன்ஸ் இதில் இல்லை அது போல். കുറച്ച് ஸ்லோவாக தான் மூவ் ஆகுதுன்னு கம்ப்ளீட் ஆகிருக்கணும், அது போல தான். இந்த ரியலிஸ்டிக் மூடு தானே? அது போல தான். சூர்யானா और விஜய் சேதுபதி? விஜய் சேதுபதி ஃபுல் மூவி, சூரியக்கு ஜஸ்ட் ஒரு ஸ்மால் பார்ட்டு தான் வச்சுருக்கணும். ஏ சர்டிஃபிகேட்டு പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒന്നുമില്ല. த்ரில்லிங் எக்ஸ்பீரியன்ஸு അങ്ങനെ ഒന്നുമില്ല. ഇത് സ്റ്റോറി സ്ലോവാக മൂവ് ആകും, അതുപോലെ தான் இருக்கும். സ്റ്റോറി ഫുള്ളും வந்து വിജയ് சேதுபதி ஸ்டோரி പറഞ്ഞു கொண்டிருக்கணும், அவரோட ஸ்டோரி പറയും. പിന്നെ അത് ഫസ്റ്റ് പാർട്ട് வந்து எப்படி கம்ப்ளீட் ஆகுதுன்னு போல இருக்கும், அது போல தான் இருக்கும். ക്ലാസ് ആണ്, നല്ല പടമാണ്. ഫസ്റ്റിലെ പോലെ തന്നെ ഒരു പൊളിറ്റിക്സ് ഓറിയന്റഡ് അതാണ് ജോണറാണ്. നമ്മളൊരു ക്ലാസിക്കാണ്. വിജയ് സേതുപതി നല്ല അഭിനയമായിരുന്നു. പിന്നെ സൂര്യ എന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ടായിരുന്നു, നല്ലോണം ചെയ്തിട്ടുണ്ട്. സ്ലോ പേസ് തന്നെയാണ് പിടിച്ചേക്കുന്നത്. അതെ. അത് പ്രേക്ഷകർ എത്ര ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. ഒരു അവാർഡ് പോലെ പുള്ളി ഒരു ചെയ്തു. വർക്കായിട്ടുണ്ടോ? ഇല്ലില്ല, ഫസ്റ്റ് പാർട്ട് കണക്കാണ്. എങ്ങനെയാണ് പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ പറയുന്നതാണോ? പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നോക്കുമ്പോൾ കഥയൊക്കെ വ്യത്യാസമുണ്ടോ? ഒരു എങ്ങനെയാണ് എ സർട്ടിഫിക്കറ്റ് മൂവി അല്ലായിരുന്നു, അതിന്റെ ബ്രൂട്ടൽ ഇതൊക്കെയാണോ? ബ്ലഡ് ബാത്ത്, കുറച്ച് വയലൻസ് അങ്ങനെ വലുതായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നല്ലോണം. കഥ എങ്ങനെയാണ്? ഫസ്റ്റിലെ പോലെ ഒരു ത്രില്ലർ ഇതിൽ തന്നെയാണോ പോകുന്നത്? എൻഡ് ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. ആരാണ്? വിജയ് സേതുപതി ആണോ ലീഡിങ് സെക്കൻഡ് പാർട്ടിൽ? വിജയ് സേതുപതി. ഫസ്റ്റ് പാർട്ടായിരുന്നു കുറച്ചുകൂടെ നല്ലെന്ന് തോന്നുന്നു. സ്ലോ പേസ് ആണോ ഇത് സെക്കൻഡ് പാർട്ട്? അല്ല, രണ്ടും കൊള്ളാം, പക്ഷെ മറ്റേതാണ് എനിക്ക് കുറച്ചും ഇഷ്ടപ്പെട്ടത്. വെട്രിമാരൻ പൊളിറ്റിക്സും അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയാനുണ്ടോ? ഒരു മൂവി സിനിമ കൊമേഴ്ഷ്യൽ ഐറ്റംസ് ആണോ അതോ റിയലിസ്റ്റിക് ആണോ? മാർക്സിസ്റ്റ് അവരുടെ ആ സംഭവം വെച്ചുള്ള ഇതാ. എങ്ങനെ കണ്ടിരിക്കുക? ഒരു കൊമേഴ്ഷ്യൽ ഐറ്റംസ് കണ്ടിരിക്കണോ അതോ റിയലിസ്റ്റിക് മൂഡാണോ, സീരിയസ് മൂഡാണോ? റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സീരിയസ് മൂഡ്.